ഉത്തർപ്രദേശിലെ ഒരു കുഗ്രാമത്തിൽ നിന്നും ഇന്ത്യയുടെ രാഷ്ട്രത്തലവന്റെ പദവിയിലേക്ക് പടിവെച്ച് കയറിയ രാംനാഥ് കോവിന്ദ് അടുത്ത തലമുറയ്ക്ക് ഒരു പ്രചോദനം തന്നെയാണ്. വെല്ലുവിളികൾ ഉയർത്തുന്ന സാഹചര്യങ്ങളെ ഓരോന്നിനെയും അതിജീവിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ ചുവടുകൾ ഓരോന്നും. കാൺപൂരിൽ നിന്നും നിയമബിരുദം പൂർത്തിയാക്കിയ കോവിന്ദ് സിവിൽ സർവീസ് സ്വപ്നവുമായാണ് രാജ്യതലസ്ഥാനത്തേക്ക് കളം മാറുന്നത്. സിവിൽ സർവീസിനായി കഠിനമായി അദ്ദേഹം പരിശ്രമിച്ചു. ഒപ്പം അഭിഭാഷകൻ എന്ന നിലയിൽ ചുവടുറപ്പിക്കാനും അദ്ദേഹം ശ്രമിച്ചു. ഡൽഹിയിൽ വന്ന സമയത്ത് അദ്ദേഹം IAS പഠനത്തിനും അതുപോലെ തന്നെ സുപ്രീം കോടതിയിൽ പ്രാക്ടീസും ആരംഭിക്കുന്ന സമയത്ത് അന്ന് ഏതാണ്ട് 77-79 കാലഘട്ടത്തിലാണ് അന്ന് ഭാരതീയ വസ്തുസംഘത്തിൻ്റെ കേന്ദ്ര ഓഫീസ് പ്രവർത്തിച്ചിരുന്നത് ഹുക്കുംചന്ദ് കച്ച്വായ് എന്ന് പറഞ്ഞിട്ടുള്ള MP-യുടെ ക്വാർട്ടേഴ്സിലായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ക്വാർട്ടേഴ്സിലാണ് പ്രവർത്തിച്ചിരുന്നത്. ആ സമയത്ത് ആ ക്വാർട്ടേഴ്സിൽ താമസിച്ചാണ് അദ്ദേഹം IAS പരീക്ഷയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുപ്രീം കോടതിയിലുള്ള പ്രാക്ടീസും അദ്ദേഹം ആരംഭിച്ചത്. പിന്നീട് അവിടെ നിന്നാണ് അദ്ദേഹം പിന്നീട് പൊതുപ്രവർത്തനത്തിലൊക്കെ വളരെ ഉയർന്നു വന്നിട്ടുള്ളത്. മൂന്നാം ശ്രമത്തിൽ സിവിൽ സർവീസ് പരീക്ഷ എന്ന കടമ്പ അദ്ദേഹം കടന്നെങ്കിലും ഇഷ്ട സർവീസായ IAS ലഭിച്ചില്ല. തുടർന്ന് നിയമമേഖലയിൽ തന്നെ ശ്രദ്ധിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ തീരുമാനം പിഴച്ചില്ല. 16 വർഷം ഡൽഹി ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അഭിഭാഷകനായി. 1980 മുതൽ 1994 വരെ ഹൈക്കോടതിയിൽ സർക്കാരിന്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ. 1977 ജനതാ പാർട്ടിയുടെ പ്രധാനമന്ത്രി മൊറാർജി ദേശായിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. പിന്നീട് ദ്വയാംഗത്വ പ്രശ്നം വന്ന് ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടായപ്പോൾ BJPയിൽ. 1994 മുതൽ 2006 വരെ ഉത്തർപ്രദേശിൽ നിന്നുള്ള രാജ്യസഭ MP. അതിനിടെ 2 തവണ ലോക്സഭയിലേക്ക് മത്സരിച്ചെങ്കിലും പരാജയപ്പെട്ടു. അതിനിടെ നിതിൻ ഗഡ്കരി BJP അധ്യക്ഷനായ കാലത്ത് പാർട്ടിയുടെ ദേശീയ വക്താവായും കോവിന്ദ് പ്രവർത്തിച്ചു. ദളിത് നേതാവായി വളർന്നുവന്ന കോവിന്ദ് രാജ്യസഭാംഗം എന്ന നിലയിലുള്ള തന്റെ ഫണ്ട് ദളിത് വിദ്യാർത്ഥികൾക്കും പാവപ്പെട്ടവർക്കും പഠിക്കാനുള്ള സൗകര്യം ഒരുക്കാനാണ് കൂടുതലും പരിഗണിച്ചത്. നിരവധി പാർലമെന്ററി കമ്മിറ്റികളിലും ദളിത് ഗോത്രവിഭാഗങ്ങളുടെ ക്ഷേമത്തിനായുള്ള സമിതികളിലും അദ്ദേഹം അംഗമായിരുന്നു. 2015 ആഗസ്റ്റിലാണ് രാംനാഥ് കോവിന്ദിനെ ബീഹാർ ഗവർണർ ആയി നിയമിക്കുന്നത്. ഗവർണർ എന്ന നിലയിലെ പ്രവർത്തനത്തിലൂടെ BJPയുടെ മുഖ്യ ശത്രുവായിരുന്ന നിതീഷ് കുമാറിന്റെ പോലും പിന്തുണ കോവിന്ദ് നേടിയെടുത്തു എന്നത് ചെറിയ കാര്യമായി കാണാനാകില്ല. ബീഹാറിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കിടെ സത്യവാചകം തെറ്റിച്ചു ചൊല്ലിയ ലാലുവിന്റെ മകനും മന്ത്രിയുമായ തേജ് പ്രതാപ് യാദവിനെ വേദിയിൽ വെച്ച് തന്നെ കോവിന്ദ് തിരുത്തിച്ചത് കൗതുകമുള്ള ചർച്ചയ്ക്ക് വഴിവെച്ചിരുന്നു. ये शब्द उपेक्षित नहीं है बल्कि अपेक्षित है. कृपया एक बार मैं पूरी शपथ को एक बार फिर करूं. തെറ്റുകണ്ടത് എവിടെയായാലും തിരുത്തിക്കാനുള്ള അദ്ദേഹത്തിന്റെ കാർക്കശ്യത്തിന് ഉദാഹരണമായി സംഭവത്തെ ചിലർ ചൂണ്ടിക്കാണിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടാക്കാൻ രാംനാഥ് കോവിന്ദിന് കഴിയുമോ? എങ്ങനെയാണ് പ്രതിപക്ഷം അദ്ദേഹത്തിന്റെ സ്ഥാനാരോഹണത്തെ നോക്കിക്കാണുന്നത്? പരിശോധിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. മലയാളിയായ KR നാരായണനു ശേഷം ദളിത് വിഭാഗത്തിൽ നിന്നും ഒരു രാഷ്ട്രപതി. RSSന്റെ ദളിത് മുഖം എന്ന വിശേഷണമുള്ള രാംനാഥ് കോവിന്ദാണ് രാഷ്ട്രപതി. വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ അസ്വസ്ഥരായ ദളിത് വിഭാഗത്തിന്റെ വിശ്വാസം നേടിയെടുക്കാനുള്ള BJPയുടെ രാഷ്ട്രീയ തന്ത്രം മാത്രമാണോ രാംനാഥ് കോവിന്ദിനെ രാഷ്ട്രപതിയാക്കിയതിന് പിന്നിൽ? ദളിത് വിഭാഗങ്ങൾക്ക് ആത്മവിശ്വാസം നൽകാൻ രാംനാഥ് കോവിന്ദിന് കഴിയുമോ? അങ്ങനെ ഒരു നിര ചോദ്യങ്ങളാണ് ഉയരുന്നത്. എന്തുകൊണ്ട് രാംനാഥ് കോവിന്ദ് എന്ന ദളിത് മുഖം എന്ന മറുചോദ്യമാണ് മറ്റു പല ചോദ്യങ്ങൾക്കും ഉത്തരം. ഗുജറാത്തിലെ ഉന മുതൽ ഉത്തർപ്രദേശിലെ സഹരൻപൂർ വരെ രാജ്യത്തെ ദളിതർ മുൻപൊരിക്കലും ഇല്ലാത്ത വിധം അസ്വസ്ഥരാണ്. ഉത്തർപ്രദേശിൽ ദളിതർക്ക് 70% തൊഴിൽ നൽകി വന്ന തുകൽ വ്യവസായം കുറഞ്ഞ സമയം കൊണ്ട് തന്നെ മൃതപ്രായമായി. ദളിതന്റെ തൊഴിലും ഭക്ഷണശീലവും ജീവിത രീതിയും ചോദ്യം ചെയ്യപ്പെട്ടു. ഇതിന്റെയെല്ലാം പ്രതിഫലനമായിരുന്നു സഹരൻപൂർ. രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ ഒന്നിച്ചു നിന്ന് BJPക്ക് മൂക്കുകയറിടാൻ തക്കം പാർത്തു നിൽക്കുകയായിരുന്നു പ്രതിപക്ഷം. ഒറ്റ നീക്കം കൊണ്ട് പല നേട്ടം കൊയ്യാൻ പോന്നതായിരുന്നു രാംനാഥ് കോവിന്ദ് എന്ന BJPയുടെ സ്ഥാനാർത്ഥി. പ്രതിപക്ഷ തന്ത്രങ്ങൾ പരിമിതപ്പെടുത്തി.
ദളിത് നേതാവ് ബാബു ജഗ്ജീവൻ റാമിന്റെ മകൾ മീരാകുമാർ എന്ന ഒറ്റ പേര് മാത്രമായി പ്രതിപക്ഷത്തിന് മുന്നിൽ. പ്രതിപക്ഷ നിരയിൽ വിള്ളൽ വീണു. ഉത്തർപ്രദേശിൽ നിന്നും ഉയർന്നു വന്ന ദളിത് മുന്നേറ്റം ആശയക്കുഴപ്പത്തിലായി. ഇതിനൊക്കെ പുറമെ അടുത്ത വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ഗുജറാത്തിലും ഈ നീക്കം ഉപകരിച്ചേക്കും. കോലി വിഭാഗത്തിന് നിർണായക സ്വാധീനമുണ്ട് ഗുജറാത്തിൽ. അതിനുള്ളൊരു മാറ്റം തീർച്ചയായിട്ടും ആ മേഖലയിൽ കാണും. ഇപ്പോൾ കെ ആർ നാരായണൻ രാഷ്ട്രപതി ആയതിനു ശേഷവും ഒരുപാട് മാറ്റങ്ങൾ ആ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ മേഖലയ്ക്ക് ഒരു ഊർജ്ജം നൽകാനും ഒക്കെ സാധിക്കും. ഇപ്പോൾ അബ്ദുൽ കലാം വന്നതിന് ശേഷം അബ്ദുൽ കലാമിന് വലിയൊരു പ്രേരണ പ്രത്യേകിച്ച് യുവജനങ്ങളിലും ഒക്കെ ഉണ്ടാക്കാൻ സാധിച്ചതുപോലെ തന്നെ ഈ മേഖലയിൽ നിന്ന് വരുന്ന ഒരാൾക്ക് ആ മേഖലയിലുള്ള സാമാന്യ ജനങ്ങൾക്ക് വലിയൊരു പ്രേരണ നൽകാനും അവരുടെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കാനും മറ്റുള്ളവർക്ക് ആ പ്രേരണ നൽകാനൊക്കെ തീർച്ചയായിട്ടും സാധിക്കും. പിന്നോക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷങ്ങൾക്കും സംവരണാനുകൂല്യങ്ങൾ നൽകുന്നതിനെ എതിർത്ത് രാംനാഥ് കോവിന്ദ് 2010 നടത്തിയ പ്രസ്താവന ഇപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുകയാണ്. ഇസ്ലാം, ക്രിസ്ത്യൻ മതങ്ങൾ ഇന്ത്യക്ക് അന്യമാണെന്നും ഈ വിഭാഗങ്ങൾക്ക് നൽകുന്ന സംവരണം എടുത്തു കളയണമെന്നുമാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. ഏത് വിഭാഗത്തിൽ നിന്ന് വരുന്നു എന്നതിനപ്പുറത്തേക്കായി എന്ത് നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ നോക്കുമ്പോൾ നിലപാടുകൾ എടുക്കേണ്ട സമയത്ത് നിശബ്ദത പാലിച്ച വ്യക്തിയാണ് ഈ രാഷ്ട്രപതി പദത്തിലേക്ക് വരുന്നത് എന്നുള്ളത് അത് തന്നെ സൂചിപ്പിക്കുന്നു. ആ വിഭാഗത്തിന് വലിയ മാറ്റങ്ങളൊന്നും അതുകൊണ്ട് അദ്ദേഹം ആ പദവിയിലേക്ക് വന്നു എന്നുള്ളത് കൊണ്ട് മാത്രമുണ്ടാകാൻ പോകുന്ന നിലപാടിൽ മാറ്റം വരണം. ഇത് BJPയെ കാര്യമായി അസ്വസ്ഥപ്പെടുത്തുന്നില്ലെങ്കിലും ഗവർണർ ആയതോടെ താൻ രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് കോവിന്ദ് തന്നെ പ്രതികരിച്ചിരുന്നു. जब से गवर्नर बना तब से मेरा कोई राजनीतिक दल नहीं है. मेरा हमेशा प्रयास होगा और मेरी मान्यता भी है कि राष्ट्रपति का पद दलगत राजनीति से ऊपर होना चाहिए. देश को सर्वांगीण विकास, नौजवानों की आशा और आकांक्षा, आधुनिक शिक्षा को बढ़ावा मिले. അതേസമയം കടലാസിൽ നിർവചിച്ച അധികാരങ്ങൾ യാഥാർത്ഥ്യത്തിൽ നിന്നും അകലെയെന്നാണ് പ്രതിപക്ഷ നിരയുടെ പ്രതികരണം. പ്രസിഡൻ്റായി വരുന്ന അത്രയും ഉന്നത പദവിയിലിരിക്കുന്ന ഇന്ത്യയുടെ പ്രസിഡൻ്റാകുന്ന ആർക്കും അങ്ങനെ കഴിയട്ടെ എന്ന് ആശംസിക്കാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അത് ഇനി ഭാവി ഇവിടെ പ്രകടമാക്കേണ്ട ഒരു മാറ്റമാണ്. ഒരു പ്രസിഡൻറ്റിന് പരിമിതി ഉണ്ടല്ലോ, ഗവൺമെൻറ്റാണല്ലോ ഭരിക്കുന്നത്. ഈ നമ്മുടെ ഡെമോക്രാറ്റിക് സിസ്റ്റം അനുസരിച്ച് ഗവൺമെൻറ്റാണ് പ്രധാനം. പ്രസിഡൻറ്റിന് പരിമിതിയുണ്ട്. പക്ഷേ ആ ഗുഡ് ഓഫീസ് നന്നായി കൊണ്ടു നടക്കാനും പ്രവർത്തിക്കാനും രാജ്യത്തെ ഇത്തരം സിറ്റുവേഷൻസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്താനും അദ്ദേഹത്തിൻ്റെ ഗുഡ് ഓഫീസിന് കഴിയട്ടെ എന്ന ആശംസ. അത് പിന്നെ അദ്ദേഹത്തിന് പ്രസിഡന്റ് എന്ന പദവിക്ക് കൊടുക്കുന്ന ആശംസ. നിയമം വഴി സ്ഥാപിതമായ ഭരണഘടനയോട് കൂറും വിശ്വസ്തതയും പുലർത്തും എന്നാണ് പ്രധാനമന്ത്രി, ഉപരാഷ്ട്രപതി, ചീഫ് ജസ്റ്റിസ് എന്നിവരുടെ സത്യവാചകം. എന്നാൽ രാഷ്ട്രപതിയാകട്ടെ എല്ലാ കഴിവും ഉപയോഗിച്ച് ഭരണഘടനയും നിയമവ്യവസ്ഥയെയും സംരക്ഷിക്കുകയും പ്രതിരോധിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്യും എന്ന് സത്യപ്രതിജ്ഞ ചെയ്താണ് അധികാരമേൽക്കുന്നത്. അടയാള രാഷ്ട്രീയം വെറും പ്രഹസനം മാത്രമെന്ന വിമർശനം ഉൾക്കൊള്ളുമ്പോഴും സ്വാതന്ത്ര്യാനന്തരം 70 വർഷങ്ങൾക്ക് ശേഷവും ദുരിതം അനുഭവിക്കുന്ന രാജ്യത്തെ ദളിത് വിഭാഗങ്ങൾക്ക് പ്രചോദനമാകാൻ രാംനാഥ് കോവിന്ദിന് കഴിയും എന്ന് തന്നെ വിശ്വസിക്കാം. എന്നാൽ രാജ്യം ഇന്ന് നേരിടുന്ന രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ രാംനാഥ് കോവിന്ദിന് കഴിയുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണാം. പ്രത്യേക പരിപാടി ഇവിടെ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.